അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. +2 ദുറൂസുൽ ഇഹ്സാനിൽ അവസാനത്തെ ഒരു പാഠം, 11ാമത്തെ പാഠം, മാദാ ഹദഫുന, നമ്മുടെ ലക്ഷ്യം എന്താണ്? പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ട്രാൻസ്ലേഷനാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച +2ൽ നമ്മൾ +2 വരെ പഠിച്ചു, 12ാം ക്ലാസ് വരെ പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ മദ്രസയിൽ നമ്മൾ മനസ്സിലാക്കി. എന്തിനാണ് നമ്മളിത് പഠിച്ചത് എന്നും എന്താണ് നമ്മളിതുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് ഒരു ഉൾക്കാഴ്ച തരിക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പാഠാണിത്. ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയ്യുഹൽ ഇഖ്വത്തു വൽ അഖ്വാത്ത്, സഹോദരി സഹോദരന്മാരെ, നഹ്നു ബി തൗഫീഖ് മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നമ്മൾ അൻഹൈന മർഹലത്തൻ സാനവിയ്യത്തൻ ഉല്യ, ഹയർ സെക്കൻഡറി സെക്ഷനിൽ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മിനൽ മദ്രസത്തി ദീനി മദ്രസയിലെ മതവിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി ഘട്ടത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി നമ്മൾ എത്തിയിരിക്കുകയാണ്. വലഖദ് അലിംന മിൻഹ, ഈ മതവിദ്യാലയത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബഅദൽ മവാദിൽ ഇസ്ലാമിയ, ചില ഇസ്ലാമിക വിഷയങ്ങളൊക്കെ, അല്ലദീ നഹ്താജു ഇലൈഹ, നമുക്ക് ആവശ്യമുള്ള, ഫി മആശിനിൽ യൗമി, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട്. എന്തിനു പഠിച്ചു? ലിനകൂന അലാ സഖാഫത്തിൻ സനിയ്യ, നാം ഉയർന്ന സംസ്കാരമുള്ളവരായി തീരാൻ വേണ്ടി, വഅല അഖീദത്തിൻ ഖവിയ്യ, ശക്തമായ വിശ്വാസമുള്ളവരുമായി തീരാൻ വേണ്ടി, വഅല അഹ്സനി സുലൂക്കിൻ, നാം ഏറ്റവും നല്ല വഴിയിൽ ഏറ്റവും നല്ല പെരുമാറ്റ രീതിയിലാവാനും വേണ്ടി, റഅയ്നാഹു അസ്നാ ദിറാസത്തിനൽ മുഖ്തലിഫ, നമ്മുടെ വ്യത്യസ്ത പഠനങ്ങളിലൂടെ നാം കണ്ടിട്ടുള്ളത്, വ്യത്യസ്ത പഠനത്തിനിടയിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള വഴികളിലെ മിന ദീനിയ വൽ അശ്രിയ, മതപരവും കാലികവുമായ അല്ലെങ്കിൽ ആധുനികവുമായ, അതായത് ഭൗതികവുമായ വിദ്യാഭ്യാസങ്ങളിൽ പല സമയങ്ങളിലായി നാം പഠിച്ചിട്ടുള്ളതിലെ ഏറ്റവും നല്ല പെരുമാറ്റ രീതിയിൽ നാം ആയിത്തീരാനും വേണ്ടിയിട്ട് നമ്മളിതൊക്കെ പഠിച്ചു അല്ലേ? നമ്മൾ പഠിച്ചത് എന്തിനാണ്? നാം നല്ല വിശ്വാസവും നല്ല സംസ്കാരവും നല്ല പെരുമാറ്റവും ഉള്ളവരായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന തുല്ലാബൽ യൗമി, ഇന്നത്തെ കുട്ടികൾ, ഹുമുല്ലദീന സയതവല്ലൂന ഫിൽ മുസ്തഖ്ബിലി, ഭാവിയിൽ ഏറ്റെടുക്കേണ്ടവർ അവരാണ്, തൗജീഹ സഫീനത്തിൽ മുജ്തമഇ ഇലൽ അമാം, സമുദായത്തിൻ്റെ കപ്പലിനെ, സമുദായ നൗകയെ മുന്നിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തം ഭാവിയിൽ ഏറ്റെടുക്കേണ്ടവർ ഇന്നത്തെ വിദ്യാർത്ഥികളാണ്. ഫഅലൽ മല്ലാഹി, അപ്പം നിങ്ങളൊക്കെ നാളെ ഈ സമൂഹത്തെ നയിക്കേണ്ട ആളുകളായി മാറേണ്ടവരാണ്. അങ്ങനെ ആകുമ്പം ആ കപ്പിത്താൻ്റെ വേഷം നമ്മൾ അണിയുമ്പം, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തെ നയിക്കുന്ന നായകരായി മുന്നോട്ട് വരുമ്പം, അത് ആരായാലും ശരി, നമ്മൾ ഓരോരുത്തരും നമ്മൾ ഒരു കുറച്ച് ആളുകളെ മുന്നോട്ട് നയിക്കുന്ന ഒരു സംഘത്തിൻ്റെ ഒരു നേതാവായിട്ട് നമ്മളെല്ലാവരും ഓരോരുത്തരും മാറും. അങ്ങനെ നമ്മളൊരു കപ്പിത്താനായി തീരുമ്പം ഫഅലൽ മല്ലാഹി, ആ കപ്പിത്താന് നിർബന്ധമാണ്, അയ്യകൂന അലാ ഹദരിൻ മിനൽ അഖ്താ, തെറ്റുകൾ സംഭവിക്കുന്നതിൽ നിന്ന് ജാഗ്രത പുലർത്തൽ ആ കപ്പിത്താൻ്റെ മേൽ ബാധ്യതയുണ്ട്. വഅലൈഹി, അവൻ്റെ മേൽ ഉത്തരവാദിത്തമാണ്, അവൻ്റെ മേലുള്ള ബാധ്യതയാണ്, അയ്യസൂഖഹ മിൻ അസ്വഇ ത്വരീഖി, തെറ്റായ വഴികളിൽ നിന്ന് അതിനെ ശരിയായ വഴിയിലേക്ക് നയിക്കേണ്ടത്, വൈദാറത്തി ശുഊനിഹ അലാ അസ്ലഹിൽ അഹ്വാലി, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും നല്ല അവസ്ഥയിൽ കൈകാര്യം ചെയ്ത് നോക്കി നടത്തി മുന്നോട്ട് കൊണ്ടുപോവേണ്ടതും ഒരു കപ്പിത്താൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമ്മളൊക്കെ കപ്പിത്താന്മാരാവേണ്ടവരാണ്. അതുകൊണ്ട് നമ്മളും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും ഭാവിയിൽ. ഫഅലൈന അൻ നദ്കുറ, അപ്പം നമ്മൾ കുറച്ച് വലുതാവാൻ പോവാണ്, അല്ലെങ്കിൽ ഓൾറെഡി കുറച്ച് വലുതായിട്ടുണ്ട്, അതിനേക്കാളും കുറച്ചും കൂടി ഇനി വലുതാവാൻ പോവുകയാണ്, വലിയ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മുടെ ചുമലിലേക്ക് വരാൻ പോവുകയാണ്. ഫഅലൈന അൻ നദ്കുറ, അപ്പം നമ്മൾ ആലോചിക്കണം. ചെറിയ ക്ലാസ്സുകളിലായിരിക്കും ഉസ്താദ്മാർ പറഞ്ഞിരുന്നൊക്കെ കേട്ട് വിശ്വസിച്ച് മനസ്സിലാക്കി അങ്ങനെ അങ്ങ് പോകും നമ്മൾ. പക്ഷെ കുറച്ചും കൂടെ വലുതാവുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാനും ചിന്തിക്കാനും കാര്യങ്ങൾ സംസാരിക്കാനും പറയാനൊക്കെ തുടങ്ങുമ്പം പല ആളുകളും പല തെറ്റായ കാര്യങ്ങളിലേക്കും പോകാറുണ്ട്. അപ്പോൾ ആ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ നാം ജാഗ്രത പുലർത്തണം. +2 വരെ പഠിച്ചൊരു കുട്ടി എന്നുള്ള നിലക്ക് നമ്മൾ നമ്മുടെ ചിന്തയും വിശ്വാസവും പ്രവർത്തനങ്ങളും ഒക്കെ ഏറ്റവും ശരിയായ രൂപത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഫഅലൈന അൻ നദ്കുറ, അതുകൊണ്ട് നാം ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. ഖബ്ല കുല്ലി ഷൈ, എല്ലാത്തിനും മുമ്പ് ആദ്യമായിട്ട് നമ്മൾ ഓർക്കണം, നമ്മൾ മനസ്സിലാക്കണം, അന്നനാ ലം നുഹസ്സൽ മിനൽ ഉലൂമി, അറിവിൽ നിന്ന് നാം നേടിയിട്ടില്ല എന്ന്, ഇല്ല ഖദ്റ യസീറ, വളരെ കുറച്ചല്ലാതെ. നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ +2 വരെ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരുന്നു, നമ്മളെക്കാൾ അറിവില്ലാത്ത ആളുകളാണ് ബാക്കി എല്ലാവരും, ആർക്കും നമ്മളത്ര അറിവില്ല എന്നൊന്നും വിചാരിച്ചേക്കരുത്. നാം വളരെ 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 കുറച്ച് മാത്രമേ ഇൽമിൽ നിന്ന് നേടിയിട്ടുള്ളൂ. മിസ്ല ഖത്റാത്തിൻ മിനൽ ബഹരി, കടലിലെ
വലിയൊരു കടലിൽ നിന്ന് ഏതാനും തുള്ളികൾ പോലെ മാത്രമേ നമുക്ക് അറിവ് കിട്ടിയിട്ടുള്ളൂ. ഫലാ നഫ്തഖിറു, അതുകൊണ്ട് നമ്മൾ വലിയ പ്രൗഢി നടിക്കേണ്ട ആവശ്യമില്ല. വലാ നതകബ്ബറു, നാം അഹങ്കരിക്കുകയും ചെയ്യരുത്. ബി അന്നനാ ഹസ്സൽനാ അലാ ഷഹാദത്തി മിനൽ മആഹിദി, നാം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഷഹാദത്ത് നേടി, സർട്ടിഫിക്കറ്റ് നേടി എന്നതുകൊണ്ട് നാം അഹങ്കരിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞാൽ പരീക്ഷയൊക്കെ എഴുതി നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ സമസ്തയിൽ നിന്ന് തന്നെ കിട്ടും. ഇനി അല്ലാതെ വേറെ സ്ഥാപനങ്ങളിൽ നിങ്ങൾ പഠിച്ചാൽ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ അയ്യമാഹദിങ്കാന, ഏത് സ്ഥാപനമാവട്ടെ, നിങ്ങളൊരു സ്ഥാപനത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി എന്നതുകൊണ്ട് നിങ്ങൾ അറിവിൽ വലിയ ആളുകളായി മാറി എന്ന് അഹങ്കരിക്കാൻ പാടില്ല. അറിവിൽ നിന്ന് വളരെ കുറച്ചേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് എപ്പോഴും നമ്മൾ ആലോചിക്കണം. വനഹ്നു ലം നതജാവസ് സിന്ന തഅല്ലുമി, നാം പഠനത്തിൻ്റെ പ്രായം കഴിഞ്ഞിട്ടില്ല. അമാമന ഫുറുസ്വാത്തുൻ സമീന, +2 വരെ പഠിച്ചില്ല, ഇനി മതി എന്ന് പറഞ്ഞ് നിർത്തിക്കളയാനൊന്നും ആയിട്ടില്ല. അമാമന ഫുറുസ്വാത്തുൻ സമീന, വിലപ്പെട്ട അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മഫ്തൂഹത്തുൽ ബാബ്, വാതിൽ തുറക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒരുപാട് വിലപ്പെട്ട അവസരങ്ങൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. ഫനുഹാവിലു, നാം ശ്രമിക്കണം. വനുഷമ്മിറു, നാം ഒരുങ്ങണം. ലിഖത്ഫിസ് സമറാത്തിൽ യാനിഅതി, പഴുത്തു പാകമായ പഴങ്ങളെ പറിച്ചെടുക്കാൻ, ഫീ ഹീനിഹി, അതിൻ്റെ ആ സമയത്ത് തന്നെ പറിച്ചെടുക്കാൻ നാം ശ്രമിക്കണം, ശ്രദ്ധിക്കണം. വൈദാ ദാഅൽ ഫുർസതു ഫലൻ നൻജഹ ബിന്നദമി, അവസരം നഷ്ടപ്പെട്ടാൽ ഖേദിച്ചതുകൊണ്ട് കാര്യമുണ്ടാവുകയില്ല. അല്ലെ, ആ അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഇതാ ദാഅൽ ഫുർസതു, അവസരം നഷ്ടപ്പെട്ടാൽ ഫലൻ നൻജഹ ബിന്നദമി, നമ്മൾ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ പഠിക്കുന്ന പ്രായമാണ്, പഠനത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ടില്ല എങ്കിൽ കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ അന്ന് അത് പഠിച്ചാൽ മതിയായിരുന്നു, അന്ന് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് ആലോചിക്കുന്നതിൽ യാതൊരു ഉപകാരവും ഉണ്ടാവില്ല. അതുകൊണ്ട് സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അൽ ഇൽമു അമാനത്തുൻ അദീമ, അറിവ് ഒരു വലിയ അമാനത്താണ്. വമസ്ഊലിയത്തുൻ ജലീലത്തുൻ കരീമ, വളരെ മഹത്തരമായ, മാന്യമായ, ഉന്നതമായ ഒരു ഉത്തരവാദിത്വവുമാണ്. മസ്ഊലിയത്താണ്, ഒരു ഉത്തരവാദിത്വമാണ് അറിവ് എന്ന് പറയുന്നത്. അറിവുള്ള ആൾക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. തുഖാമ ബിഹൽ ഹുജ്ജത്തു അലാ ഇബാദില്ല, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് മേൽ തെളിവ് നിർത്തപ്പെടും അറിവ് കൊണ്ട്. ഇവൻ അറിഞ്ഞിട്ടും ഇവൻ അങ്ങനെ ചെയ്തു എന്നതെന്തായി മാറും? അവനെതിരെയുള്ള ഒരു തെളിവായിട്ട് ആഖിറത്തിൽ വരും. ഫകം ഹദല്ലാഹു അസ്സ വജല്ല ബിൽ ഇൽമി മിനദ് ദലാലാത്ത്, എത്ര എത്ര ആളുകളെയാണ് അല്ലാഹു തആല ദലാലത്തുകളിൽ നിന്ന് അറിവ് കൊണ്ട് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്, അല്ലേ, സന്മാർഗത്തിലേക്കാക്കിയിട്ടുള്ളത്. വകം അഖ്റജ ബിഹി മിനദ് ദുലുമാത്ത്, എത്ര ആളുകളെയാണ് ദുലുമാത്തുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന് അറിവ് കൊണ്ട് അല്ലാഹു പുറത്തെത്തിച്ചിട്ടുള്ളത്. കം ഹദല്ലാഹു ബിഹി ഉമമൻ ഹാറത്ത്, വഴിയറിയാതെ ദിശയറിയാതെ അമ്പരന്ന് നിന്നിരുന്ന, അല്ലെങ്കിൽ ഭയപ്പെട്ട് നിന്നിരുന്ന, ദിശയറിയാതെ വിഹ്വലരായി, ഭയവിഹ്വലരായി നിന്നിരുന്ന എത്ര ആളുകളെയാണ് അല്ലാഹു തആല ഇൽമു കൊണ്ട് ഹിദായത്തിലേക്ക് കൊണ്ടുവന്നത്. വകം ഹദാ ബിഹി ഉമമൻ ളല്ലത്ത്, വഴി പിഴച്ചുപോയ എത്ര സമുദായങ്ങളെയാണ് അല്ലാഹു തആല അറിവ് കൊണ്ട് ഹിദായത്തിലാക്കിയത്. നിങ്ങൾ ആലോചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജനിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ജീവിക്കുന്ന കാലത്ത് മക്കക്കാരുടെ അവസ്ഥ എന്താണ്? അതേ മക്കയിലുള്ള ആളുകളെ, അവിടെ തന്നെ ജനിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, അവരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ തെമ്മാടികളായി ജീവിച്ചിരുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് നബി എന്തുമാത്രം മാറ്റിയെടുത്തിട്ടുണ്ട്. എന്താണ് അവർക്ക് മാറ്റമുണ്ടാക്കി കൊടുത്തത്? അവരെ നബിതങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളതാണ്. നബിതങ്ങൾ അവരെ അറിവ് പഠിപ്പിച്ചു. വഹ്യാകുന്ന വളരെ പരിശുദ്ധമായ ഇൽമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പകർന്നു കൊടുത്തു. ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. നബിതങ്ങൾ അവർക്ക് ഒരുപാട് ക്ലാസ് എടുത്തു കൊടുത്തു. ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അറിവ് കൊണ്ടാണ് അവരൊക്കെ സംസ്കരിക്കപ്പെട്ടത്. അറിവ് നേടിയപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ബോധങ്ങളുണ്ടായി, അവരുടെ മനസ്സ് ശുദ്ധമായി, അവരുടെ പ്രവർത്തനങ്ങൾ നന്നായി, അവരുടെ ചിന്ത ശരിയായി, അവരാളുകളോട് ഇടപഴകുന്ന രീതിയിൽ വല്ലാതെ മാറ്റങ്ങൾ വന്നു, അല്ലേ? വളരെ വെറുപ്പോടെ അടിമകളെയും മറ്റുമൊക്കെ വിളിക്കുകയും സമീപിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളുകളൊക്കെ അവരെയൊക്കെ മനുഷ്യരായി പരിഗണിക്കാനും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ, അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്ന മാനസികാവസ്ഥയിലൊക്കെ മാറുന്നത് ചരിത്രത്തിൽ എത്രയോ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. എത്രയോ അനുഭവങ്ങൾ. എന്തുകൊണ്ട് മാറ്റം വന്നു? അറിവ് കൊണ്ട് മാറ്റം വന്നു. എല്ലാ സമുദായങ്ങളുടെയും അവസ്ഥ ഇതാണ്. അവരിങ്ങനെ അന്തം വിട്ട് യാതൊരു ബോധവുമില്ലാതെ നടന്നിരുന്ന ആളുകളുടെ ഇടയിലേക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതോടുകൂടി അവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അറിവെന്ന് പറയുന്നത് അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അന്ധകാരങ്ങളിൽ നിന്ന് പുറത്തെത്തിക്കാൻ, വഴികേടുകളിൽ നിന്ന് സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ, വഴി അറിയാത്ത ആളുകൾക്ക് ദിശ കാണിച്ചു കൊടുക്കാൻ ഒക്കെ അറിവിന് സാധിക്കും. അതേസമയം അൽ ഇൽമു ശറഇയ്യു, ഇത് ഏതറിവായാലും സാധിക്കുമെങ്കിൽ അൽ ഇൽമു ശറഇയ്യു, ശറഇയായ അറിവെന്ന് പറയുന്നത് ഹുവ നൂറുല്ലാ, അത് അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. വ ഹിദായത്തുല്ലാ, അള്ളാഹുവിൻ്റെ സന്മാർഗമാണ്. വ റഹ്മത്തുല്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ വെളിച്ചമാണ് അറിവ്. അത് അള്ളാഹുവിൻ്റെ ഹിദായത്താണ്, സന്മാർഗമാണ്, കാരുണ്യമാണ്.
ഇന്നഹു സബീലുല്ലദീ മൻ സാറ ഫീഹി ഇൻതഹാ ബിഹി ഇലാ മർളാത്തില്ലാഹി വജന്നതിഹി. ഇന്നഹു സബീൽ, അതൊരു വഴിയാണ്. അല്ലദീ, ആ വഴിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അല്ലദീ മൻ സാറ ഫീഹി, ആ വഴിയിലൂടെ ആരെങ്കിലും സഞ്ചരിച്ചാൽ ഇൻതഹാ ബിഹി, അതുകൊണ്ട് അവൻ എത്തിച്ചേരും ഇലാ മർളാത്തില്ലാഹി വജന്നതിഹി, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും അവൻ്റെ സ്വർഗത്തിലേക്കും അവൻ എത്തിച്ചേരും. അള്ളാഹിൻ്റെ തൃപ്തിയിലേക്കും സ്വർഗത്തിലേക്കും എത്തിച്ചേരാൻ പറ്റുന്ന വഴിയാണ് ഏതെന്ന് പറയുന്നത്? ശർഇയായ അറിവെന്ന് പറയുന്നത്. ഇംതനല്ലാഹു സുബ്ഹാനഹു വ തആല അലാ നബിയിഹി ബിൽ ഇൽമ്, അള്ളാഹു നബിയോട് അനുഗ്രഹം ചെയ്തിരിക്കുന്നത്, നബിക്ക് മേൽ അനുഗ്രഹം ചെയ്തത് അറിവ് കൊണ്ടാണ്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ഒരു മനുഷ്യനെ പോലെ ഇങ്ങനെ മക്കയിലുള്ള ആളുകളെ പോലെ ഇങ്ങനെ ജീവിച്ചു പോവാൻ. എന്താണ് നബി തങ്ങൾക്കൊരു മഹത്വം കിട്ടാൻ കാരണം? എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നബിയെ അള്ളാഹു താല മഹത്വപ്പെടുത്തിയിരിക്കുന്നത്? അത് അറിവ് കൊടുത്തുകൊണ്ടാണ്. ആളുകൾ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകളും നബിയും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? റസൂലുള്ളാഹിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹുവിൽ നിന്നുള്ള അറിവ് ലഭിച്ചു. ആ അറിവ് നബി തങ്ങൾ ബാക്കിയുള്ള ആൾക്കാർക്ക് പകർന്നു കൊടുത്തപ്പം റസൂലുള്ളാഹിയെ മാതൃകയാക്കി അവരും നന്നായി. ഇങ്ങനെയാണ് നബിക്ക് ഇൽമു കൊണ്ട് അള്ളാഹു താല അനുഗ്രഹം ചെയ്തു. വശറഫഹു കറമഹു ബിഹി, അതുകൊണ്ട് നബിയെ ആദരിക്കുകയും ശ്രേഷ്ഠരാക്കുകയും ചെയ്തു അറിവ് കൊണ്ട്. ഫകാന ബിഹി, അങ്ങനെ അറിവ് കൊണ്ട് നബിതങ്ങൾ ആയിത്തീർന്നു ഇമാമൻ വ ഖുദുവത്തൻ വ ഹാദിയ, അല്ലെ, നേതാവായി തീർന്നു, മാതൃകയായി തീർന്നു, സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന മാർഗദർശിയായി തീർന്നു, ഒക്കെ ആയി തീർന്നു. സ്വല്ലല്ലാഹു വസല്ലമു അലൈഹി വഅല്ലമക മാ ലം തകുൻ തഅലം. ഇത് അല്ലാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങേക്ക് അറിയാത്തത് അവൻ അങ്ങേക്ക് പഠിപ്പിച്ചു തന്നു, അറിയാത്തത് അങ്ങേക്ക് പഠിപ്പിച്ചു തന്നു. ആ പഠിപ്പിച്ചു തന്നതുണ്ടല്ലോ, വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ, അള്ളാഹു നിങ്ങളോട് കാണിച്ചിരിക്കുന്ന ഔദാര്യം വളരെ വളരെ വലുതാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അറിവ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യമാണെന്ന് അള്ളാഹു തആല നബിയോട് തന്നെ പറയുന്നുണ്ട്. മാ കുന്ത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, കിതാബ് എന്താണെന്നോ ഈമാൻ എന്താണെന്നോ അങ്ങേക്ക് അറിയുമായിരുന്നില്ല, അതൊക്കെ അറിയിച്ചു തന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അൽ ഇൽമു ബസ്വീറ, ഇൽമെന്ന് പറയുന്നത് ഒരു ഉൾക്കാഴ്ചയാണ്. ലിഅന്നൽ ആലിമ യബ്സുറു ബിഹിൽ ഹഖ, കാരണം അറിവുള്ളവൻ അതുകൊണ്ട് ഹക്ക് കാണും, യാഥാർത്ഥ്യം കാണാൻ കഴിയും അവന്. ഫയത്ബഉഹു, അങ്ങനെ അവൻ സത്യത്തെ പിൻപറ്റും. വയബ്സുറു ബിഹിൽ ബാത്തില, അവൻ അതുകൊണ്ട് ബാത്തില് കാണും. ഫയജ്തനിബുഹു, ബാത്തില് കണ്ടിട്ട് അതിനെ എന്ത് ചെയ്യും? അവൻ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഹക്ക് കാണും, ഹക്കിനെ പിൻപറ്റും. ബാത്തില് കാണും, ബാത്തിലിനെ ഉപേക്ഷിക്കും. ഇതൊക്കെ കഴിയണമെങ്കിൽ ഹക്ക് ഏതാണ് ബാത്തിൽ ഏതാണെന്നൊക്കെ മനസ്സിലാവാനും അതിനെ പിൻപറ്റേണ്ടത് പിൻപറ്റാനും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാനും അറിവ് വേണം. ഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസ്വീറ, പറയുക ഹാദിഹി സബീലി, ഇതെന്റെ വഴി, ഇതാണ് എൻ്റെ വഴി. അദ്ഉ ഇലല്ലാഹി, ഞാൻ നിങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അലാ ബസ്വീറത്തിൻ, വലിയ ഉൾക്കാഴ്ചയോടുകൂടി. എവിടുന്ന ഈ ഉൾക്കാഴ്ച വന്നത്? അത് അള്ളാഹുവിൽ നിന്നുള്ള അറിവ് കിട്ടിയത് കൊണ്ടുണ്ടായ ഉൾക്കാഴ്ചയാണ്. അൽ ഇൽമു ബയ്യിനത്തുൻ, ഇൽമു തെളിവാണ്, അറിവ് തെളിവാണ്. തൻകശിഫു ബിഹൽ ഹഖായിഖു, അതുകൊണ്ടാണ് യാഥാർത്ഥ്യങ്ങൾ വ്യക്തമായി തീരുക. വയഖ്റുസു ഇൻദ ദലായിലിഹാ കുല്ലു മുതകല്ലിമിൻ വനാതിഖ്, എല്ലാ വാദികളും എല്ലാ സംസാരിക്കുന്ന തർക്കിക്കുന്ന ആളുകളുടെയും ഉത്തരം മുട്ടും. അവർ മിണ്ടാപ്രാണികളും അവർ മൗനികളാകും അറിവിൻ്റെ തെളിവുകൾക്ക് മുന്നിൽ. അറിവ് കൊണ്ട് ഒരാൾ തെളിവുകൾ ഉദ്ധരിക്കാൻ തുടങ്ങിയാൽ സംസാരിക്കുന്ന ഏതൊരുത്തൻ്റെയും മിണ്ടാട്ടം മുട്ടും. ഖാല തആല, ഖുൽ ഇന്നി അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിൽ നിന്നുള്ള വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്ക്. റബ്ബിൽ നിന്ന് കിട്ടുന്നത് ഇൽമാണ്, ആ ഇൽമാണ് തെളിവായി മാറുന്നത്, അല്ലേ? അപ്പോൾ അറിവെന്ന് പറയുന്നത് തെളിവാണ്, അറിവെന്ന് പറയുന്നത് ഉൾക്കാഴ്ചയാണ്, അറിവെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വെളിച്ചവും അള്ളാഹുവിൻ്റെ സന്മാർഗവുമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യവുമാണ്. അറിവ് വലിയ ഉത്തരവാദിത്തമാണ്. അറിവ് നമുക്ക് എന്താണ്? നമുക്ക് മേൽ തെളിവ് നിർത്തപ്പെടാൻ സാധിക്കുന്ന ഒരു സംഗതിയും കൂടിയാണ്. അറിവ് വലിയ അമാനത്താണ്. നമ്മളെ വലിയ വിശ്വസ്തയോടുകൂടി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു അമാനത്തുമാണ് അറിവെന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അറിവ്. നമ്മളിതൊക്കെ നേടിയെടുത്തു, ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ അറിവ് നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ നമ്മളിതൊക്കെ ഈ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളും വലിയ വലിയ മഹത്വങ്ങളും ഒക്കെ വഹിക്കുന്ന ആളുകളാണ്. +2 പൂർത്തിയാക്കിയിട്ട് നമ്മൾ മദ്രസയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അൽ ഇൽമു, അറിവ്, ശറഫല്ലാഹു ബിഹി മൻ ശാഅ, അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ അതുകൊണ്ട് ശ്രേഷ്ഠരാക്കി. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ 1ാം ക്ലാസ്സിൽ ചേർന്ന എല്ലാവരും +2 എത്തിയിട്ടില്ല. 1ാം ക്ലാസ്സിൽ ചേർന്ന എല്ലാവരും 5ാം ക്ലാസ്സിൽ പോലും എത്തിയിട്ടില്ല. 5ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എല്ലാവരും 10ാം ക്ലാസ്സിൽ എത്തിയിട്ടില്ല. 10ാം ക്ലാസ്സിലുള്ള എല്ലാവരും +2 എത്തിയിട്ടുമില്ല. അതുകൊണ്ട് അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ മാത്രം അവൻ അതുകൊണ്ട് പ്രത്യേകം അവൻ അതുകൊണ്ട് ശ്രേഷ്ഠരാക്കും. വസ്തഫാ ബിഹി മിൻ ഇബാദിഹി മൻ ശാഅ, തൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമായി അവനത് തിരഞ്ഞെടുക്കും. അള്ളാഹ് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇൽമു കൊടുക്കുള്ളൂ.
ഫശഹിദ ലിമൻ ഊതിയ ലഹു, അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ആളിൽ ആർക്കാണോ ഈ അറിവ് നൽകപ്പെടുന്നത് അവർക്ക് അള്ളാഹു സാക്ഷി നിൽക്കുന്നുണ്ട് അന്നഹു അറാദ ബിഹിൽ ഖൈറൽ കസീർ, അവർക്ക് വലിയ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന്. അറിവ് ആർക്കെങ്കിലും നൽകപ്പെട്ടാൽ അവർക്ക് അള്ളാഹ് വലിയ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയാ പറഞ്ഞത്? യുത്തിൽ ഹിക്മത മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ഹിക്മത്ത് നൽകും. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്ഡം എന്ന് പറയാം അല്ലേ, വിവേകം, അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പറഞ്ഞാൽ ജ്ഞാനം എന്ന് പറയാം. ഈ ജ്ഞാനം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നൽകും. വമൻ യുഅ്തൽ ഹിക്മത, അങ്ങനെ ആർക്കെങ്കിലും ജ്ഞാനം നൽകപ്പെട്ടാൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, അവന് വലിയ ധാരാളമായ നന്മയാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അള്ളാഹ് തിരഞ്ഞെടുത്ത ആളുകളാണ് എന്നും അള്ളാഹു നമുക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുമുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതിനോട് നാം നന്ദിയുള്ളവരാവണം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തുകയും ചെയ്യണം. മദ്രസയിലൊന്നും പഠിക്കാത്ത, അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ ഒക്കെ നിർത്തിപ്പോയ, പകുതി മാത്രം പഠിച്ച കുട്ടികളൊക്കെ വൃത്തിയിൽ ഔറത്തൊക്കെ മറച്ചിട്ടും കൃത്യമായി നിസ്കാരം നിലനിർത്തിയിട്ടും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയിട്ടൊക്കെ ജീവിക്കുമ്പോൾ, നമ്മൾ മദ്രസയിൽ +2 വരെ പഠിച്ച കുട്ടികൾ, മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ട വലിയ വലിയ അറിവ് നേടിയ ആളുകൾ, ഇതൊന്നുമില്ലാതെ ഔറത്ത് മറക്കാതെ പുറത്തിറങ്ങുന്ന ആളുകളാവാൻ പാടില്ല. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകളാവാൻ പാടില്ല. ആളുകളോട് പെരുമാറുന്ന വിഷയത്തിൽ മോശമാവാൻ പാടില്ല. കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്ന വിഷയം, നമ്മൾ മദ്രസയിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ, മാതാപിതാക്കളോട്, ഉസ്താദുമാരോട്, മുതിർന്നവരോടൊക്കെയുള്ള കടപ്പാടുകൾ, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെയും വിസർജനത്തിൻ്റെയും മറ്റ് ജീവിത കാര്യങ്ങളിലേക്കുള്ള മര്യാദകൾ, അതുപോലെ തന്നെ പിന്നെ പ്രാർത്ഥനകൾ, ദിക്റുകൾ, ദുആകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പഠിച്ചിട്ടുണ്ടോ, അത് പുറത്തുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്ന വിഷയങ്ങളാവട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ മാത്രമുള്ളവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാവട്ടെ, നമ്മൾ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു നമുക്ക് അറിവ് തന്നിട്ടുണ്ട് എന്നും അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ള ബോധത്തിൽ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവുകയും അതിനോട് ആ ഉത്തരവാദിത്വത്തോട് നീതി പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല നമ്മൾ അലൈന നമുക്ക് ബാധ്യതയാണ്, നമുക്ക് നിർബന്ധമാണ് അന്നകൂന അലാ അശദ്ദിൽ ഹിർസിൽ തഹ്സീലിൽ ഉലുമിൽ മുതനബ്ബിഅ, വൈവിധ്യമാർന്ന അറിവുകൾ നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം, പഠിക്കാൻ ശ്രമിക്കണം. എപ്പോഴും പഠനത്തിൽ പുതിയ പുതിയ അറിവുകൾ നേടിയെടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കണം. വാൻ അൽതഖിതഹ മിൻ അയ്യി മക്കാനിൻ വുജിദത്, എവിടുന്നാണോ അറിവ് കിട്ടുന്നത് അവിടുന്നൊക്കെ അത് ശേഖരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലസീമൽ ഉലുമ ശർഇയ്യ, പ്രത്യേകിച്ചും ശർഇയ്യായ അറിവുകൾ. വാൻ നഖുമു ബി അദാഇ ഹുഖൂഖിഹ, അതിനോടുള്ള ബാധ്യതയും നാം നിറവേറ്റേണ്ടതുണ്ട്. ബിതസ്കിയതി അൻഫുസിന, എങ്ങനെയാ അറിവിനോടുള്ള ബാധ്യത നിറവേറ്റുക? നമ്മുടെ നഫ്സിനെ സംസ്കരിക്കൽ കൊണ്ട്. ളാഹിറൻ വ ബാത്തിന, പ്രത്യക്ഷത്തിലും പരോക്ഷമായി, ഉള്ളിലും പുറവും അകവും പുറവും നമ്മളെ സംസ്കരിച്ചുകൊണ്ട് നാം അറിവിനോടുള്ള ബാധ്യത നിറവേറ്റണം. അപ്പോൾ നമ്മുടെ വേഷം വൃത്തിയുള്ളതായിരിക്കണം. നമ്മളെ പിന്നെ ശരീരത്തിലുള്ള നമ്മൾ ഓരോ കാര്യങ്ങളില്ലേ, വേഷം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു. നമ്മൾ മുടി മുറിക്കുന്നതായാലും, നമ്മൾ പിന്നെ ഔറത്ത് മറക്കുന്നതായാലും, അതുപോലെ തന്നെ വൃത്തി ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ പിന്നെ പല ആളുകളും ചെയ്യുന്നത് പോലെ അനാവശ്യമായ സാധനങ്ങളെ കൊണ്ട് നമ്മുടെ ശരീരത്തെ വൃത്തികേടാക്കാതിരിക്കുക. അത് ചില ഓർണമെൻറ്റ്സ് ആവാം, ടാറ്റു പോലത്തെ സംഭവങ്ങളാവാം, അതേപോലെ തന്നെ പല സംഭവങ്ങളും ഉണ്ട് അല്ലേ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തൊക്കെ അള്ളാഹു താല തന്നിരിക്കുന്ന മനോഹരമായ ശരീരത്തൊക്കെ വൃത്തിയേടാക്കുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാക്കട്ടെ. അപ്പം അങ്ങനെയൊക്കെയുള്ള നമ്മൾ ബാത്തിനിലും ലാഹിറിലും നമ്മൾ ശുദ്ധിയായിരിക്കണം. നമ്മുടെ മനസ്സ് വൃത്തിയായിരിക്കണം. ആരോടും പകയും വിദ്വേഷവും അറുപ്പും അസൂയയും ദുഷ്ടചിന്തകളും ഹറാമിനോടുള്ള താല്പര്യങ്ങളും ഇതൊന്നുമില്ലാതെ ശുദ്ധമായ മനസ്സോടെ നല്ല രീതിയിൽ ഉള്ളും പുറവും ശുദ്ധിയാക്കി അറിവിനോടുള്ള ബാധ്യത നാം നിറവേറ്റണം. അല്ലാഹു തആല പറയുന്നു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യർ പരാജയത്തിലാണ് അല്ലേ. വൽ അസ്ർ, കാലം തന്നെ സത്യം, മനുഷ്യൻ പരാജയപ്പെട്ടിരിക്കുന്നു, മനുഷ്യന്മാർ പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ആരൊഴികെ വിശ്വസിച്ചവരും, വഅമിലു സ്വാലിഹാത്തി, നന്മ ചെയ്തവരും, വതവാസൂ ബിൽ ഹഖി, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും, സത്യത്തെ കൊണ്ട് പരസ്പരം ഉപദേശിച്ച ആളുകൾ, വതവാസൂ ബിസ് സബ്രി, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും ഒഴികെ ബാക്കി സകല മനുഷ്യന്മാരും തോറ്റിരിക്കുന്നു. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കും, അല്ലാത്തവരൊക്കെ തോറ്റിരിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ബോധമുള്ളവരായിരിക്കണം നമ്മൾ അല്ലേ. ഹക്ക് കൊണ്ടും ക്ഷമ കൊണ്ടും ഒക്കെ പരസ്പരം ഉപദേശിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും മനുഷ്യന്മാരൊക്കെ ക്ഷമിക്കുന്ന ആളുകളാണ്. ഈ ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് അത് തന്നെ പരിഹാരമായിരുന്നു അല്ലേ. ക്ഷമയില്ലാത്തതും അസൂയയും കുശുമ്പും ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ മനസ്സിൻ്റെ രോഗങ്ങളാണ് ലോകത്തുള്ള ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അത്യാഗ്രഹം, ആർത്തി, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ, ലോകത്തിൻ്റെ ക്രമത്തെ, ലോകത്ത് നടക്കുന്ന സംഗതികളെ, പ്രകൃതിയിലുള്ള വിഭവങ്ങളെ ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധമുള്ള ആളുകളാവണം നമ്മൾ. അറിവ് നമുക്ക് ബോധം തരണം. ഹമീദ, നല്ല സ്വഭാവങ്ങൾ കൊണ്ട് നാം വിശേഷണമുള്ളവരായി തീരണം. നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നവരാവണം. അല്ലത്തി ലാബുദ്ദ മിൻഹു ലിൽ ആലിമി, ഒരു അറിവ് നേടിയ ആൾക്ക് അനിവാര്യമായ നല്ല സ്വഭാവങ്ങളൊക്കെ നമ്മൾ ശീലിക്കണം.
സത്യത്തിന്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ദഅ്വാ പ്രവർത്തനങ്ങളുമായിട്ട് പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും. പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും ചെയ്യേണ്ടതല്ല, നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് തന്നെയാണ് അല്ലേ. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ, അത് ദീനിനെ കുറിച്ച് അറിയാത്ത ആളുകളായാലും ദീനിനെ കുറിച്ചൊക്കെ അറിയാം എന്നാലും ബോധമില്ലാതെ അള്ളാഹുവിനെ ശ്രദ്ധിക്കാതെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നടക്കുന്ന ആളുകളൊക്കെ ആകുമ്പോൾ അവരെയൊക്കെ നന്നാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ ഉപദേശിക്കാനും അവരെ നന്നാക്കാനും വളരെ ഹിക്മത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമ്മളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുമ്പം അതുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള സംസ്കാരവും സ്വഭാവവും ഒക്കെ ഉണ്ടാവേണ്ടതുമുണ്ട്. വാങ്ങിയക്കൂനലിന ഹദഫുൻ സ്വരീഹ്, നമുക്ക് കൃത്യമായൊരു ലക്ഷ്യം വേണം, വ്യക്തമായൊരു ലക്ഷ്യം വേണം. വഗായത്തുൻ മുഹദ്ദദത്തുൻ, കൃത്യമായ ഒരു ടാർഗറ്റ് നമുക്ക് വേണം. യസൂഖുന ഇലാ തഹ്ഖീഖിഹി ബിവസായില, അങ്ങനെ ആ ടാർഗറ്റ് അത് പല മാർഗങ്ങളിലൂടെ അത് നേടിയെടുക്കുന്നതിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കണം. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം, ആ ലക്ഷ്യം തന്നെ നമ്മളെ അതിൻ്റെ വഴികൾ കണ്ടെത്തി അതിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം. വലൗഖാനദാത്ത തഅബിൻ വമശഖ, അതെത്ര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള മാർഗങ്ങളായാലും ശരി, അവിടെ എത്താൻ കുറച്ച് പണിയൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ലക്ഷ്യം നമ്മളെ പ്രചോദിപ്പിച്ച് അതിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അമൽ മുസ്ലിമു ദാഇ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു മുസ്ലിമാണെങ്കിൽ ഫയജിബു അലൈഹി അവ്വലൻ, അവൻ്റെ മേൽ ആദ്യം നിർബന്ധമാകുന്നത് അയ്യുഹദ്ദിദൽ ഹദഫ മിൻ ദഅവതിഹി, അവൻ്റെ ദഅവത്ത് കൊണ്ടുള്ള ലക്ഷ്യം എന്താണെന്ന് കൃത്യമാക്കലാണ്. വതഹ്ദീദുൽ ഹദഫി യദ്ഫഉഹു ഇലാ സുലൂക്കി സുബിലി സഹീഹ, ആ ലക്ഷ്യം കൃത്യമാക്കുക എന്നത് അവനെ ശരിയായ വഴിയിലേക്ക് പ്രവേശിക്കുന്നതിലേക്ക് നയിക്കും. ലക്ഷ്യം കൃത്യമാക്കിയാൽ ഓൻ എന്ത് ചെയ്യും? ശരിയായ വഴിയിലൂടെ സഞ്ചരിച്ചോളും. അൽ മുറത്തബത്തി, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വളരെ കൃത്യതയോടുകൂടിയുള്ള ഫിഹയാത്തി, അവൻ്റെ ജീവിതത്തിൽ കൃത്യമായ ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാൻ അതവനെ പ്രേരിപ്പിക്കും. ഫയക്കൂനു കലാമുഹു, അങ്ങനെയൊക്കെ ആയിത്തീർന്ന ഫയക്കൂനു കലാമുഹു അക്സറ നഫ, അപ്പോൾ അവൻ്റെ കലാമിന് കൂടുതൽ സ്വാധീനം ഉണ്ടാകും, അവൻ്റെ സംസാരത്തിന് കൂടുതൽ സ്വാധീനമുണ്ടാകും. വഅബ്ലഗ തഅസീറ, കൂടുതൽ പ്രയോജനമുണ്ടാകും. വഅബ്ലഗ തഅസീറൻ, അത് നന്നായിട്ട് സ്വാധീനം ചെലുത്തുകയും ചെയ്യും. അവൻ പറയുന്ന ആളുകൾ അനുസരിക്കുകയും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. അതിന് ആദ്യം എന്ത് ചെയ്യണം? അവൻ്റെ ലക്ഷ്യം ക്ലിയർ ആക്കണം. എന്താ ഓൻ്റെ ലക്ഷ്യം? ഓനെ കൊണ്ട് ആർക്കെങ്കിലും ഖൈർ കിട്ടണം, ഓൻ വലിയ ആളായിട്ട് മാറണം എന്നല്ല, ഞാൻ വലിയ സംഭവമാണെന്ന് ആളുകൾ വിചാരിക്കണം എന്നൊന്നുമല്ല. അതിലൂടെ അള്ളാഹുവിലേക്ക് കുറച്ചാളുകളെങ്കിലും അടുക്കണം. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുമ്പം അതിൻ്റെ പ്രതിഫലം അവർക്കും നമുക്കൊക്കെ കിട്ടും. ഇങ്ങനെയൊക്കെ വിചാരിച്ച് ലക്ഷ്യം കൃത്യമാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ടത് എന്താണെന്ന് അവൻ ചെയ്യണം. അതിന് വേണ്ടത് അവൻ ചെയ്യുമ്പം അവൻ്റെ ജീവിതം കുറച്ചും കൂടെ കൃത്യതയോടുകൂടിയായി മാറും. അപ്പോൾ അവൻ പറയുന്നതിന് കൂടുതൽ സ്വാധീനമുണ്ടാകും. ചില ആൾക്കാർ, ചില മനുഷ്യന്മാരെന്ത് ചെയ്യും? അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ വെക്കും. ലാക്കിന്നഹു യഫ്ശലു ഫീ തഹ്ഖീഖിഹ, പക്ഷെ അത് നേടിയെടുക്കാൻ അവന് സാധിക്കൂല, അത് നേടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടു പോകും. ലാലി ഇലലിൻ ഫീഹ, അതിലെന്തെങ്കിലും ഒരു പ്രയാസമുള്ളത് കൊണ്ടല്ല, അതിലെന്തെങ്കിലും ഒരു പ്രശ്നമുള്ളത് കൊണ്ടല്ല. വഇന്നമാലി കൗനിഹ ഗൈറ ഖാബിലത്തിൽ തൻഫീദി അസ്ലൻ, അത് തീരെ പ്രാക്ടിക്കൽ അല്ലാതിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ലക്ഷ്യങ്ങൾ വെക്കുമ്പോൾ അത് പ്രാക്ടിക്കലായ ലക്ഷ്യങ്ങളായിരിക്കണം വെക്കേണ്ടത്. ഫൽ മുഅസ്സസാത്തു നാജിഹത്തു, വിജയിച്ച സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹില്ലത്തി തദഉ അഹ്ദാഫൻ തഖ്ബലു തൻഫീദ, പ്രാക്ടിക്കലായ പ്രായോഗികതയെ സ്വീകരിക്കുന്ന ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ചു വെക്കുന്ന സ്ഥാപനങ്ങളാണ് വിജയിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ പ്രാക്ടിക്കലായ ലക്ഷ്യങ്ങൾ വെക്കുക, പ്രായോഗികമായ ലക്ഷ്യങ്ങൾ വെക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അത് നേടിയെടുക്കാൻ സാധിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു, അപ്പം നമ്മളൊക്കെ സ്കൂളും പ്ലസ് ടുവിലൊക്കെ ആയിരിക്കും ചില ആൾക്കാർ, ചിലപ്പം 10ാം ക്ലാസ്സിലായിരിക്കും, ചിലപ്പം പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് എത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഡിഗ്രി കഴിയാനായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യം നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രാക്ടിക്കലാണ് എന്ന് ഉറപ്പിച്ചിട്ട് വേണം നമ്മളതിന് വേണ്ടിയിട്ട് മെനക്കെടാൻ. അപ്പോൾ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകൾ പരിഗണിക്കേണ്ടതുണ്ട്, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകൾ പരിഗണിക്കേണ്ടതുണ്ട്. എല്ലാം പൂർണ്ണമായിട്ട് പരിഗണിക്കാമെന്നല്ല, അതായത് അതൊക്കെ വളരെ ലോജിക്കായിട്ട് വളരെ ബുദ്ധിപരമായിട്ട് നമ്മൾ ആലോചിച്ചിട്ട് വഴികൾ കണ്ടതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഏത് ലക്ഷ്യത്തിനും വേണ്ടിയിട്ട് ഇറങ്ങേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് പരിഗണിക്കേണ്ടതുണ്ട്. നമ്മൾ ആ ലക്ഷ്യം നേടിയെടുത്തതിന് ശേഷമുള്ള നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നും അതിന് ഞാൻ പ്രിപ്പയർഡ് ആണോ, ഞാൻ അതിന് കാപ്പബിൾ ആണോ എന്നും ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മളൊരു ലക്ഷ്യം നിർണ്ണയിക്കാൻ. അങ്ങനെ ഒരു ലക്ഷ്യം നമ്മൾ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പണിയെടുക്കാൻ കഴിയും. അങ്ങനെ ആ ലക്ഷ്യം പ്രാക്ടിക്കൽ ആണെങ്കിലേ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഒരു സാധ്യതയുമില്ലാത്ത, ഇപ്പം ഏതുപോലെ ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരാൾ സയൻസ് പഠിച്ചാൽ മാത്രം എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും എന്താവൂല, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് പ്രാക്ടിക്കൽ അല്ല. ഒരു പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. അതുപോലെ നമ്മുടെ മതപരമായ വിഷയങ്ങളായാലും ശരി, ഭൗതികമായ വിഷയങ്ങളായാലും ശരി, പ്രാക്ടിക്കലായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പണിയെടുക്കുക. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വമാ ഖലഖന സ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ലഅബീൻ. ഈ ലോകത്ത് സമാ ആയാലും അർള ആയാലും ആകാശമായാലും ഭൂമി ആയാലും
അതിൻ്റെ ഇടയിലുള്ള ഒരു സാധനത്തെയും നാം തമാശക്ക് സൃഷ്ടിച്ചതല്ല, ഒരു സാധനത്തെയും നാം കളിതമാശയായിട്ട് പടച്ചതല്ല. നിങ്ങളെ ഓരോരുത്തരെയും അള്ളാഹു പടച്ചിരിക്കുന്നത് തമാശയായിട്ടല്ല. ഇന്ന കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, കൃത്യമായി കണക്കാക്കിയിട്ടാണ് ഓരോന്നിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ അള്ളാഹുവിന് കൃത്യമായ ലക്ഷ്യങ്ങളും പ്ലാനുകളും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഒന്നും വെറുതെ പടച്ചതല്ല, വെറുതെ ഇങ്ങനെ ജീവിച്ചങ്ങ് പോവാമെന്ന് വിചാരിക്കരുത്. നിങ്ങളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.